അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില അമലുകൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവനൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് ആ അമലുകൾ, ആർക്കൊക്കെയാണ് സ്വർഗത്തിലൊരു ഭവനം എന്നുള്ള ആ പ്രതിഫലം ലഭ്യമാവുക എന്നതാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരമുള്ള അറിവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്പർ 1, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മർറാത്ത് ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. വളരെ നിസ്സാരമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ ചെറിയ സൂറത്ത് ഒരു ദിവസം ഒരാൾ 10 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം പണിതു കൊടുക്കും എന്നാണ്. ഇത് കേട്ടപ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിലും 10 തവണയല്ല, 20 തവണയല്ല, 50 തവണയല്ല, ഞങ്ങൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിലും നബിയെ. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, വല്ലാഹു അക്സിറു വ അത്യബു. നിങ്ങൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പണിതു തരുന്ന കൊട്ടാരങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്പർ 2, മൻ സ്വല്ല ഫിൽ യൗമി വൽ ലൈലതി 12 റക്അതൻ തതവഅ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ച് അറിവുള്ള ആളുകളാണ് നമ്മൾ. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകളുമാണ് നമ്മൾ. ഒരു ദിവസം 12 റക്അത്ത് ഒരാൾ നിർവഹിച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനും സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്പർ 3, മൻ ദഖല السوق فقال لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. അങ്ങാടിയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ 10 ലക്ഷം നന്മ അള്ളാഹുവിന് രേഖപ്പെടുത്തും, 10 ലക്ഷം തിന്മ അള്ളാഹു മായ്ച്ചു കളയും, 10 ലക്ഷം സ്ഥാനം അള്ളാഹുവിന്റെ അടുത്ത് അവന് വർദ്ധിപ്പിച്ചു കിട്ടും. സ്വർഗത്തിൽ അല്ലാഹു ഒരു ഭവനം അവന് നിർമ്മിച്ചു കൊടുക്കും. നമ്പർ 4, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ക്ഷമയോടുകൂടെ അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ ഖലായിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അദ്കാറുകളൊക്കെ ചൊല്ലി ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകുന്നവനാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ മാത വലദുൽ ലിഅബ്ദിൻ, ഒരടിമയുടെ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ പൊന്നുമോനെ നിങ്ങൾ പിടികൂടിയല്ലോ, ഈ വിഷമകരമായ സാഹചര്യം എങ്ങനെയാണ് അവൻ നേരിട്ടത്? എന്താണ് എന്റെ അടിമ പറഞ്ഞത്? മാദാ യഖൂലു അബ്ദി, എന്റെ അടിമ എന്താണ് ഈ വിഷമകരമായ ഒരു സാഹചര്യം നേരിടേണ്ട അവസ്ഥയിൽ പറഞ്ഞത്? അവർ പറയും, ഹമിദക വസ്തർജഅ, റബ്ബേ, അവൻ ആ പ്രശ്നത്തെ തരണം ചെയ്തത് നിന്നെ സ്തുതിച്ചുകൊണ്ടും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടുമാണ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ അടിമക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന് ആ വീടിനെ നിങ്ങൾ നാമകരണം ചെയ്യുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ താങ്ങാൻ കഴിയാത്ത ദുഃഖം എല്ലാവർക്കും ഉണ്ടാകും. ആ സന്ദർഭത്തിലും വിധിയിൽ പഴിചാരാതെ, പ്രയാസങ്ങൾ അമിതമായി പ്രകടിപ്പിക്കാതെ, ചെറിയ രൂപത്തിലൊക്കെയുള്ള റഹ്മത്ത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവുമല്ലോ, കാരുണ്യം, അതിന്റെ ചെറിയ പ്രകടനങ്ങളൊക്കെ സ്വാഭാവികമാണ്. അല്ലാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹുവിനെ സ്തുതിച്ച് ഖദർ ഖലായിൽ തൃപ്തിയടഞ്ഞ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്റൊക്കെ ചൊല്ലി നമ്മൾ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ മാത്രം ഫലമായി സ്വർഗ്ഗത്തിൽ അല്ലാഹു അവനൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കും. നമ്പർ 5, അന സഈമുൻ ബിബൈതിൻ ഫീ റബളിൽ ജന്ന ലിമൻ തറകൽ മിറാഅ വ ഇൻ കാന മുഹിക്ക. തർക്കം ഉപേക്ഷിച്ചവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും. അത് ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തർക്കമുപേക്ഷിച്ചവന്, ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളുമായിട്ട്, മാതാപിതാക്കളുമായിട്ട്, അയൽക്കാരും കൂട്ടുകാരൊക്കെ ആയിട്ട്, ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് നമ്മൾ തർക്കം മൂർച്ഛിക്കേണ്ട സാഹചര്യം വരുമ്പോൾ, അങ്ങനത്തെ പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനും അതിൽ നിന്ന് പിന്മാറാനും ഒക്കെയുള്ള മാനസികമായ സന്നദ്ധത നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, ഹബീബ് പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലൊരു ഭവനം ഞാൻ അവന് വാങ്ങിക്കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഭവനം ലഭ്യമാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.